നമസ്കാരം. ഒരു പുതിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മഠയൻ സന്തോഷം അകലങ്ങളിൽ അന്വേഷിക്കും, ബുദ്ധിമാൻ അത് സ്വന്തം കാൽ കീഴിൽ വളർത്തും. ജീവിതത്തിൽ സന്തോഷമെന്നും വിദൂരത്താണെന്നും നാം അതിനെ അധ്വാനിച്ച് കണ്ടെത്തണമെന്നും വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ഉദ്ധരണിയാണിത്. ജീവിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് സന്തോഷം. ആ സന്തോഷം അനുഭവിക്കുക എന്നുള്ളതും ഒരർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന പ്രേരക ശക്തിയും സന്തോഷമാണ്. സന്തോഷവും സംതൃപ്തിയും ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നാം പലവിധ സംരംഭങ്ങളിലും ഏർപ്പെടുന്നു. ലഭിക്കുന്ന ലാഭവും നേട്ടവും നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പതിവ് നമുക്ക് ആ സന്തോഷം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കുറുക്കുവഴികളും പുതിയ കൂട്ടുകെട്ടുകളും സന്തോഷം നൽകുമെന്ന് കരുതുന്ന സാധനങ്ങളും നമ്മൾ പരീക്ഷിക്കും. അവ നൽകുന്ന സന്തോഷം നീണ്ടു നിൽക്കില്ല. വീണ്ടും പുതിയ മാർഗങ്ങൾ തേടും. പക്ഷേ നീണ്ടു നിൽക്കുന്നതും നിലനിൽക്കുന്നതുമായ സന്തോഷം അവയൊന്നും തരില്ല. ഫലമോ നിരാശയും പരാജയബോധവുമാണ്. പുറത്ത് സന്തോഷം തേടുന്നവർ കസ്തൂരിമാനെ പോലെയാണ്. ഉള്ളിൽ കസ്തൂരിയുടെ സുഗന്ധം വഹിച്ചിട്ട് കസ്തൂരിമാൻ അത് പുറത്തന്വേഷിച്ച് നടക്കും. ചെല്ലുന്നിടത്തെല്ലാം സുഗന്ധം, പക്ഷേ അത് തൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് കസ്തൂരിമാൻ ഒരിക്കലും മനസ്സിലാക്കില്ല. ആധുനിക മനുഷ്യനും ഈ കസ്തൂരിമാൻ്റെ കൂട്ടാണ്. അവൻ്റെ അന്വേഷണം നീളുകയാണ്. ഫലമോ നിരാശ മാത്രം. സന്തോഷം നാം മനസ്സിലാണ് വളർത്തേണ്ടത്. അത് വ്യക്തികളും ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. ഇവയൊക്കെ സന്തോഷത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഇവയൊന്നും സന്തോഷം നൽകുന്നതല്ല. സന്തോഷം നൽകുന്നതെന്ന് കരുതിയാൽ അത് നമ്മൾ മടയരായി മാറുകയാണ് ചെയ്യുന്നത്. നേട്ടങ്ങൾ മാത്രമല്ല, അതിനുള്ള പരിശ്രമം പോലും നമുക്ക് സന്തോഷം പകരണം. ലക്ഷ്യസാധ്യം പോലെ തന്നെ പരിശ്രമവും പരിശ്രമത്തിലെ ആത്മാർത്ഥതയും നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. സന്തോഷം കണ്ടെത്താനുള്ള ആ മാർഗങ്ങൾ: 1. ജീവിതത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. 2. ലക്ഷ്യം നേടാൻ മനസ്സിരുത്തി നമ്മൾ പ്രയത്നിക്കണം. 3. കഴിവിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ മാത്രം ഏറ്റെടുക്കണം. 4. ഏറ്റെടുക്കുന്ന ജോലികൾ മുൻഗണനാക്രമം അനുസരിച്ചും സമയബന്ധിതമായും ചെയ്തു തീർക്കണം. 5. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ഏറ്റവും ബന്ധുക്കളായവരും പ്രിയപ്പെട്ടവരുമായവരോട് ഉല്ലാസയാത്രകൾ നടത്തണം. ഉല്ലാസവേളകൾ അവരുമായി ചിലവഴിക്കണം. 6. സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. 7. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ ബന്ധപ്പെട്ടാണ് സന്തോഷം എന്ന് ഒരിക്കലും കരുതാതിരിക്കുക. സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. സന്തോഷത്തിനുള്ള വഴി നമുക്ക് തന്നെ തുറക്കാം. ഈ ചിന്ത നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.